ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ക്യാമ്പയിന് ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവുകൾ പ്രചരിപ്പിക്കുന്നതാണ് ക്യാൻസറിനേക്കാൾ വലിയ അപകടമെന്ന് ചലച്ചിത്ര നടി മഞ്ജു വാര്യർ പറഞ്ഞു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചാണ് പുതിയ ക്യാമ്പയിൻ. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ. രോഗം നേരത്തെ കണ്ടെത്താനും അവബോധം വർദ്ധിപ്പിക്കാനുമാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ക്യാൻസർ ഒരു മഹാമാരിയാണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവബോധം നല്ല രീതിയിൽ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. രോഗം നേരത്തെ കണ്ടെത്താനാവും. അപ്പോൾ രോഗം നേരത്തെ കണ്ടെത്തുക, അതേപോലെ തന്നെ സമയബന്ധിത ചികിത്സക്ക് പ്രേരിപ്പിക്കുക. തൻ്റെ അമ്മ ക്യാൻസർ അതിജീവിച്ച സാഹചര്യങ്ങൾ പങ്കുവെച്ച് ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ നടി മഞ്ജു വാര്യർ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ ക്യാൻസറിനെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത്ത് തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൂടുതൽ ആക്റ്റീവായി കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. ആ അമ്മയാണ് എന്നെ സംബന്ധിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയോടെ വളരെ വലിയൊരു ഇൻസ്പിറേഷനായി ഞാൻ നോക്കി കാണുന്നത്. കേരളത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ സർവേയിൽ 9 ലക്ഷം പേർക്ക് ക്യാൻസർ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതായി മന്ത്രി വീണ ജോർജ്. ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 65,000-ന് മുകളിൽ പുതിയ ക്യാൻസർ കേസുകൾ ഓരോ വർഷവും ഉണ്ടാവുകയാണ്. ചിലരെങ്കിലും വിചാരിക്കുന്നത് ക്യാൻസർ എന്നാൽ മരണം ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിജീവിക്കേണ്ടത് 2 കാര്യങ്ങളെയാണ് പ്രധാനം. 1, നമ്മുടെ ഭയത്തെ അതിജീവിക്കണം. 2, നമുക്ക് ഈ അജ്ഞത, ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ അജ്ഞതയെ അതിജീവിക്കണം. സംസ്ഥാനത്തെ 855 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനകൾക്കും തുടക്കമായി. 24 തിരുവനന്തപുരം.